ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തെ ആസ്പദമാക്കിയുള്ളതാണ്. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. He lowered himself to the death on the cross. Humility is a way to infinity. താഴ്മയോടെ ക്രിസ്തു കാണപ്പെട്ടു. താൻ ദൈവപുത്രനായിരിക്കെ, സകലത്തിനും അധികാരിയായിരിക്കെ, സകലത്തിനും ഉടമസ്ഥനായിരിക്കെ, സകല രാജാക്കന്മാരുടെയും രാജാവായിരിക്കെ, താൻ പ്രജകളാൽ വിസ്തരിക്കപ്പെടുകയും തൻ്റെ സൃഷ്ടിയാൽ ക്രൂശീകരിക്കപ്പെടുകയും ചെയ്യുന്ന വിസ്മയമാണ് ക്രൂശിങ്കൽ നാം കാണുന്നത്. താഴ്മയാണ് ദൈവികതയുടെ ഉന്നതഭാവം. ദൈവികതയിലേക്ക് സഞ്ചരിക്കുന്ന ഏതൊരാളും താഴ്മയുടെ ആഴങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത്. വിനയവും താഴ്മയും സൗമ്യതയും, അതാണ് ക്രൂശിങ്കൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഗരിമയിലോ അഹന്തയിലോ ധിക്കാരത്തിലോ അല്ല, മറിച്ച് താഴ്മയിലും വിനയത്തിലും സൗമ്യതയിലുമാണ്. ക്രൂശിങ്കലാണ് തൻ്റെ ശക്തി ഏറ്റവും വെളിപ്പെടുത്തുന്നത്. എന്നാൽ ആ ശക്തി വിനയത്തിൻ്റെ ശക്തിയാണ്, താഴ്മയുടെ ശക്തിയാണ്, എളിമയുടെ ശക്തിയാണ്. ഹ്യൂമിലിറ്റി ഈസ് എ വേ to infinity and humility is a way to divinity. ക്രിസ്തു നമ്മെ കാണിച്ചു തരുന്നത് അതാണ്. അങ്ങനെ തന്നെത്താൻ താഴ്ത്തിയ ദൈവപുത്രനാണ് പിന്നെ ലോകത്തിന് അധിപതിയായി നാം വീണ്ടും ദർശിക്കുന്നത് എന്ന് നമുക്കറിയാം. ഗരിമയും അഹന്തയും വിവിധ അഹങ്കാരങ്ങളും വിവിധ പ്രകാരേണ ലോകത്തിൽ വാഴുകയും ലോകത്തെ വിളിക്കുകയും ചെയ്യുന്നു. അവിടെ ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലെ താഴ്മ, ക്രൂശിങ്കിലെ എളിമ നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. അറിഞ്ഞുമറിയാതെയുമുള്ള ഗരിമകൾ, അഹന്തകൾ മനുഷ്യകുലത്തെ കാർന്നു തിന്നുകയും അവ തമ്മിലുള്ള മത്സരങ്ങൾ, അവ തമ്മിലുള്ള യുദ്ധങ്ങൾ മനുഷ്യകുലത്തെ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ താഴ്മയുടെ കുരിശ് പുതുക്കത്തിൻ്റെ വഴി തുറക്കുന്നു. താഴ്മയുടെ കുരിശ് മാനസാന്തരത്തിൻ്റെ വഴി തുറക്കുന്നു. ക്രിസ്തുവിൻ്റെ താഴ്മ മനുഷ്യകുലത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നു. ആമേൻ.